അതിജീവനത്തിൻ്റെ 7ാം നാളിൽ സങ്കടകരമായ കാഴ്ചകളും തുടരുകയാണ്. പുത്തുമലയിൽ അന്ത്യവിശ്രമത്തിനായുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. ഇന്നലെയും നമ്മൾ കണ്ടതാണ് ആ സങ്കടകരമായ കാഴ്ച. തിരിച്ചറിയാത്ത മൃതശരീരങ്ങൾ പുത്തുമലയിൽ ഇന്നലെ സന്ധ്യ മയങ്ങിയപ്പോൾ മറവ് ചെയ്യുന്ന കാഴ്ച. സർവ്വമത പ്രാർത്ഥനയോടുകൂടി ഇന്നുമിതാ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് അവിടെ സർവ്വമത പ്രാർത്ഥനയോടുകൂടി മൃതശരീരങ്ങൾ മറവ് ചെയ്യാനായി പോവുകയാണ്, സംസ്കരിക്കാനായി പോവുകയാണ്. സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ, ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ അവിടെ അതിനുള്ള അന്തിമ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു. 16 മൃതശരീരങ്ങളുമായുള്ള ആംബുലൻസാണ് മേപ്പാടിയിൽ നിന്ന് അല്പം മുമ്പ് പുറപ്പെട്ടത്. ആംബുലൻസുകൾ 15-20 മിനിറ്റ് മാത്രം ദൂരെയുള്ള പുത്തുമലയിലേക്ക് എത്തിച്ചേരാനുള്ള സമയമാകുന്നു. 16 ജീവനറ്റ ശരീരങ്ങൾ അവിടേക്ക് എത്തുകയാണ്. അവർ ആരെന്ന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. തിരിച്ചറിയാൻ ഒരുപക്ഷെ അവരുടെ ഉറ്റവരാരും ജീവിച്ചിരിപ്പില്ല എന്ന യാഥാർത്ഥ്യം കൂടിയാണ് അവിടെയുള്ളത്. ആ മൃതശരീരങ്ങൾ ഇപ്പോഴിതാ മറവ് ചെയ്യാനായി പോവുകയാണ്. സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും ഈ സംസ്കാര ചടങ്ങ് നടക്കുക. ഇനി 2 ഇടങ്ങളിൽ നിന്നായി മൃതശരീരങ്ങൾ അവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഒരിടത്ത് നിന്ന് 11 മൃതശരീരങ്ങളും മറ്റിടത്ത് നിന്ന് 3 മൃതശരീരങ്ങളും ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ആകെ 30 മൃതദേഹങ്ങളാണ്, ആ നാടിൻ്റെ പ്രിയപ്പെട്ടവരായിരുന്ന ആളുകളാണ്. അവരുടെ സംസ്കാര ചടങ്ങാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതിനിടയിൽ അല്പം മുമ്പ് MR അജിത് കുമാർ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളുമായി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഇന്ന് 3 മൃതശരീരങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസിൻ്റെ ഭാഗത്ത് നിന്നാണ് ഈ 3 മൃതശരീരങ്ങൾ കൂടി ഇന്ന് രക്ഷാ ദൗത്യത്തിൻ്റെ ഭാഗമായി ആ പ്രവർത്തകർ കണ്ടെത്തിയത്. വില്ലേജ് ഓഫീസ് ഭാഗത്ത് കൂടുതൽ പേരെ ഒരുപക്ഷെ ഇനിയും കണ്ടെത്താനുള്ള സാധ്യത ഉണ്ട് എന്നായിരുന്നു MR അജിത് കുമാർ പറഞ്ഞത്. മരണസംഖ്യ ഔദ്യോഗികമായി 391 എത്തിയിരിക്കുന്നു. ഇനിയും 200ഓളം പേരെ ഉണ്ട്. പുത്തുമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കണ്ണനാർ തുടരുന്നുണ്ട്. നേരത്തെ 16 പേരുടെ മൃതശരീരങ്ങൾ അവിടെ നിന്ന് ആംബുലൻസുകളിൽ കൊണ്ടുപോകുന്നതിൻ്റെ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. പേരും ഊരും എവിടെയാണെന്നറിയാതെ, തിരിച്ചറിയപ്പെടാതെ അവർ പുത്തുമലയിലേക്ക് അവരുടെ അന്ത്യയാത്രയ്ക്കായി വരികയായിരുന്നു. മറ്റു മൃതശരീരങ്ങളും എപ്പോഴായിരിക്കും ഇവിടേക്ക് കൊണ്ടുവരിക? ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ മേൽപ്പാടിയിൽ കാലാവസ്ഥ കുഴപ്പമില്ല, കാലാവസ്ഥ പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. മേപ്പാടി ഡോക്ടർ APJ അബ്ദുൽ കലാം കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ നിന്ന് പോകുന്ന ആദ്യ ആംബുലൻസിൽ അവിടെ പോകുന്ന ആൾക്കാരുടെ നമ്പർ പതിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് സമാനമായി, മറ്റേ ഹാളിൽ നിന്ന് കണ്ടതിന് സമാനമായ രീതിയിൽ ആ ഒരു നമ്പർ പതിക്കുകയാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് ഈ നമ്പറിലായിരിക്കും ഇവരൊക്കെ തന്നെ അറിയപ്പെടുക. ഇവിടെ നിന്ന് 3 ഭൗതിക ശരീരങ്ങളാണ് കൊണ്ടുപോകാനുള്ളത്. പിന്നീട് 11 ഭൗതിക ശരീരങ്ങൾ വൈത്തിരി ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകേണ്ടതുണ്ട്. വൈത്തിരി ആശുപത്രിയിൽ നിന്നുള്ള ഭൗതിക ശരീരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ APJ അബ്ദുൽ കലാം കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തെ വഴിയിലൂടെ തന്നെയാണ് ആ ഭൗതിക ശരീരങ്ങൾ കൊണ്ടുപോകേണ്ടത്. അങ്ങനെ 30 ഭൗതിക ശരീരങ്ങൾ അല്പസമയത്തിനുള്ളിൽ അവിടേക്ക് എത്തിക്കും. ഈ പുത്തുമലയിലേക്കുള്ള റോഡിൻ്റെ ഒരു കാര്യം, ഒറ്റ വഴിയാണ്. ആ വഴിയിലേക്ക് മറ്റൊരു പാതയിൽ കൂടിയൊന്നും ഇടറോളിൽ കൂടിയൊന്നും അവിടേക്ക് കയറാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ 16 ആംബുലൻസ് ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗതാഗത തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റ് ആംബുലൻസുകളും മറ്റ് വാഹനങ്ങളും ഒക്കെ തന്നെ ചെല്ലുമ്പോൾ ആ ഒരു ഗതാഗത തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഇത്രയും ഇനിയും കൊണ്ടുപോകേണ്ടത് 14 ഭൗതിക ശരീരങ്ങളാണ്, മൃതദേഹങ്ങളാണ്. ആ മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ അല്പം കാലതാമസം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം. നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്ന ആദ്യം എത്തിച്ച 16 മൃതദേഹങ്ങൾ ആദ്യം സംസ്കരിക്കും. അത് സർവ്വമത പ്രാർത്ഥന പൂർത്തിയാകുന്ന മുറയ്ക്ക് വീണ്ടും ആംബുലൻസിൽ ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ കൊണ്ടുപോകാനാണ് ഇപ്പോൾ PPE കിറ്റൊക്കെ ധരിച്ച് സന്നദ്ധ പ്രവർത്തകരും മറ്റ് ഉള്ള ആരോഗ്യ പ്രവർത്തകരുമൊക്കെ തന്നെ തയ്യാറായിട്ടുണ്ട്. ഓരോ ആംബുലൻസിനും ഇപ്പോൾ ഈ നമ്പർ പതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭൗതിക ശരീരം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. ആംബുലൻസുകളെല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടേക്ക് ഇപ്പോൾ ഭൗതിക ശരീരങ്ങൾ എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ 16 ഭൗതിക ശരീരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പുത്തുമലയിലേക്ക് എത്തും. അവിടെ ആദ്യം അവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള സർവ്വമത പ്രാർത്ഥന അടക്കമുള്ള ചടങ്ങുകൾ നടത്തും. ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. പുത്തുമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിനൊപ്പം തന്നെ മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിൽ നിന്നാണ് ഇപ്പോൾ കണ്ണൻ നായർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് 3 മൃതശരീരങ്ങളാണ് കൊണ്ടുവരേണ്ടത് പുത്തുമലയിലേക്ക്. ആംബുലൻസുകളിൽ അവരുടെ പേരിന് പകരം നമ്പർ പതിക്കുന്നതും മറ്റുമാണ് നമ്മൾ കണ്ടത്. നേരത്തെ അതിന് സമീപത്തുള്ള ഓഡിറ്റോറിയത്തിൽ നിന്ന് 16 മൃതശരീരങ്ങൾ പുത്തുമലയിലേക്ക് 16 ആംബുലൻസുകളിലായി കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റി ഹാളിൽ ഉള്ള 3 പേരുടെ മൃതദേഹങ്ങൾ കൂടി പുത്തുമലയിലേക്ക് മേപ്പാടിയിൽ നിന്ന് കൊണ്ടുവരാൻ പോകുന്നത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇനി മൃതശരീരങ്ങൾ ഇവിടേക്ക് 14 പേരുടെ മൃതശരീരങ്ങൾ
11 പേരുടെ മൃതശരീരങ്ങൾ കൂടി പുത്തുമലയിലേക്ക് എത്തിക്കാനുണ്ട്. ഇന്ന് 30 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് നടക്കുക. അതിനുശേഷമായിരിക്കും ശരീരഭാഗങ്ങൾ മറവ് ചെയ്യുക. അവ കൂടി ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്.